ആകെയുള്ള 80 സീറ്റാണ് രാജ്യം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ 80-ൽ 73 സീറ്റും നേടിയതാണ് 2014-ൽ കേന്ദ്രത്തിൽ BJPക്ക് ഭരണം പിടിക്കാൻ വഴിയൊരുക്കിയത്. സമാനമായ സാഹചര്യം കാവ്യ രാഷ്ട്രീയത്തിന് അനുകൂലമായി സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ സാന്നിധ്യം ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത്. മായാവതിയും മുലായം സിംഗ് യാദവും തുടങ്ങി പ്രതിപക്ഷത്തെ പ്രമുഖർ മത്സരിക്കുന്ന 7 സീറ്റുകളിൽ മത്സരിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതും SP-BSP സഖ്യത്തിന് തിരിച്ചടിയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചാണെന്ന തോന്നൽ വോട്ടർമാരിൽ സൃഷ്ടിക്കാനും വോട്ടുകൾ ഭിന്നിക്കാനും ഇത്തരമൊരു സഹായം പാരയാകുമെന്ന ഭീതിയിലാണ് SP-BSP സഖ്യം. ആശയക്കുഴപ്പമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കരുതെന്ന മായാവതിയുടെയും അഖിലേഷ് യാദവിന്റെയും പ്രതികരണം തന്നെ അപകടം മുന്നിൽ കണ്ടാണ്. ഒറ്റയ്ക്ക് വിജയിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും 80 ലോക്സഭാ സീറ്റിലും സ്ഥാനാർത്ഥിയെ നിർത്താനുമാണ് ഇരുവരും കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നത്. 37 സീറ്റിൽ SP-യും 38 സീറ്റിൽ BSP-യും 3 സീറ്റിൽ രാഷ്ട്രീയ ലോക്കളുമാണ് ഈ സഖ്യത്തിൽ വോട്ട് തേടുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. ഇതിന് പ്രത്യുപകാരം എന്ന നിലയിലാണ് 7 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ വിട്ടുവീഴ്ച SP-BSP വോട്ട് ബാങ്കിലും വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത്. പ്രിയങ്ക ഗാന്ധി UP ഉഴുതുമറിച്ച് പ്രചരണം കൂടി തുടങ്ങിയതോടെ എല്ലാം ഒന്നാണെന്ന് കരുതി കൈപ്പത്തിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന ഭീതി SP-BSP നേതാക്കൾക്കുമുണ്ടായി. ഇതാണ് പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരാൻ മായാവതിയെയും അഖിലേഷ് യാദവിനെയും പ്രേരിപ്പിച്ചത്. പ്രിയങ്കയുടെ ഗംഗായാത്രയ്ക്ക് തുടക്കത്തിൽ തന്നെ വലിയ പിന്തുണയാണ് UPയിൽ ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ വൈകിയെത്തിയിട്ടും തിരക്ക് കൂടിയതേയുള്ളൂ. 3 ദിവസം കൊണ്ട് 130 കിലോമീറ്റർ ഗംഗയിലൂടെയാണ് ബോട്ട് യാത്ര നടത്തുന്നത്. കിഴക്കൻ UPയിലാണ് പ്രിയങ്കയുടെ ശ്രദ്ധ മുഴുവനെങ്കിലും ഫലത്തിൽ അലയൊലി UP മൊത്തം ഇപ്പോൾ പ്രകടമാണ്. 2009-ൽ കോൺഗ്രസ് UPയിൽ 21 സീറ്റുമായി മിന്നുന്ന മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. പഴയ കോൺഗ്രസ് കോട്ടയായിരുന്ന UPയിൽ ശക്തി തെളിയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രിയങ്ക ഗാന്ധിക്ക് പ്രചരണ ചുമതല നൽകിയത് തന്നെ പഴയ ശക്തി വീണ്ടെടുക്കാനാണ്. പ്രിയങ്കയ്ക്ക് പുറമെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും ഗുലാം നബി ആസാദിനും UPയിൽ ചുമതലകളുണ്ട്. രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുക എന്നതാണ് സഹോദരിയായ പ്രിയങ്ക പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിന് തടസ്സമായി 3ാം ബദൽ ഉയർന്നു വരാതിരിക്കാൻ മായാവതിയുടെയും അഖിലേഷ് യാദവിന്റെയും പാർട്ടികൾ കൂടുതൽ സീറ്റ് വാങ്ങരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. മമതയെ പോലെ മായാവതിയും തെരഞ്ഞെടുപ്പിന് ശേഷം സമ്മർദ്ദ ശക്തിയാകാനുള്ള അവസ്ഥ മുന്നിൽ കണ്ടാണ് തന്ത്രപരമായ ഈ നീക്കം. സഹോദരനോടുള്ള ഈ സ്നേഹത്തിൽ പക്ഷേ നേട്ടം കൊയ്യുക BJP ആണെന്നത് പ്രിയങ്കയും ഓർക്കുന്നില്ല. പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചിരുന്നെങ്കിൽ UPയിൽ നിഷ്പ്രയാസം നേട്ടം കൊയ്യാമായിരുന്നു. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മത്സരിക്കുമ്പോൾ പ്രചരണ നേതൃത്വത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം നടത്താത്തതിൽ RSSനും VHPക്കുമുള്ള രോഷം മാത്രമാണ് BJP അല്പമെങ്കിലും ഭയക്കുന്നത്. എന്നാൽ എല്ലാ സംഘപരിവാർ സംഘടനകളും ഒന്നിക്കുന്നതോടെ ഈ പ്രതിഷേധം തണുപ്പിക്കാൻ പറ്റുമെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. സമവായത്തിന് RSS തലവൻ മോഹൻ ഭാഗവത് തന്നെ ഇപ്പോൾ നേരിട്ടിടപെട്ടിട്ടുണ്ട്. 80-ൽ 73 സീറ്റിനും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടുകളിലാണ് BJP പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് വലിയ നേട്ടമാകുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. മോദി കൂടി എത്തുന്നതോടെ UP കാവി തരംഗത്തിലാകുമെന്നാണ് കാവിപ്പട കരുതുന്നത്. ടൈംസ് നൗ VMR സർവേയിൽ 283 സീറ്റാണ് ലോക്സഭയിൽ BJP സഖ്യത്തിന് പ്രവചിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബാലക്കോട്ട് ഇന്ത്യൻ സൈന്യം ബോംബിട്ടതാണ് BJPയുടെ നേട്ടത്തിന് കാരണമാകുക എന്നാണ് ടൈംസ് നൗ സർവേയിൽ വ്യക്തമാകുന്നത്. ഇതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് മത്സരിച്ചാലേ BJPയെ പിടിച്ചുകെട്ടാൻ കഴിയൂ എന്ന് വ്യക്തമായതിനാൽ സീറ്റ് ധാരണയ്ക്ക് ശ്രമിക്കണമെന്ന ആവശ്യവുമായി ന്യൂനപക്ഷ സമുദായ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്.